പ്രസംഗം കൊണ്ടൊന്നും കാര്യമില്ല. പിള്ളേരും ഒക്കെ കൊണ്ടുണ്ടെങ്കിൽ എന്ത് വേണം? ഇച്ചിരി നാടകവും ഡ്രാമയും. ഒരു ചുറ്റികയും ആണിയും എടുത്ത് പുൾപിറ്റ് തൊട്ട് നടുക്ക് തറച്ചു വെച്ചു. 20-ാം നൂറ്റാണ്ടിൽ പ്രസംഗികളിൽ ഏറ്റവും പ്രമുഖനായി അറിയപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, മാർട്ടിൻ ലോയ്ഡ് ജോൺസ്. താൻ ആദ്യമായിട്ട് തൻ്റെ ചെറുപ്പത്തിൽ വെയിൽസിൽ ഒരു ചർച്ചിൽ പാസ്റ്ററായി പോയി. ഞാൻ വായിച്ച അനുഭവം. താൻ ആദ്യമായിട്ട് തൻ്റെ വെയിൽസിൽ ഒരു ചർച്ചിൽ പാസ്റ്ററായി പോയപ്പോൾ കൊച്ചു സഭ, എന്ത് പറഞ്ഞാൽ ഇന്ന് കാണുന്നത് പോലെ അവിടുത്തെ ആലയങ്ങളിൽ ആളുകൾ കുറഞ്ഞുപോയി. ചെറുപ്പക്കാരൊന്നും വരുന്നില്ല, അപ്പച്ചന്മാരും അമ്മച്ചിമാരും മാത്രം. അങ്ങനെ യവനക്കാരില്ല, 10-25 പേരേ ഉള്ളു. അപ്പൊ ആ ചർച്ചക്കാരെന്ത് തീരുമാനിച്ചു? പ്രസംഗം കൊണ്ടൊന്നും കാര്യമില്ല, പിള്ളേരും ഒക്കെ കൊണ്ടുണ്ടെങ്കിൽ എന്ത് വേണം? ഇച്ചിരി നാടകവും ഡ്രാമയും, ഇച്ചിരി കുറെ കലാപരിപാടികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സത്യം പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ച ഡ്രാമ നടത്തുന്ന പിള്ളേര് കുഴഞ്ഞു പോയെന്നല്ലാതെ സഭയിൽ 2 പേര് കൂടി വന്നതുമില്ല. മാർട്ടിൻ ലോയ്ഡ് ജോൺസ് ഈ ചർച്ച വന്നപ്പോൾ താൻ എന്ത് ചെയ്തെന്നറിയാമോ? ആദ്യത്തെ ഞായറാഴ്ച വന്ന് ഈ ഡ്രാമയൊക്കെ കണ്ടിട്ട് താൻ പ്രസംഗിക്കാൻ സമയമായപ്പോൾ പുൾപിറ്റ് കൊണ്ട് എന്ത് ചെയ്തു? നടുക്ക് വെച്ചെന്ന് മാത്രമല്ല, ഒരു ചുറ്റികയും ആണിയും എടുത്ത് പുൾപിറ്റ് തൊട്ട് നടുക്ക് തറച്ചു വെച്ചു. എന്ത് ചെയ്തു? ചുറ്റികയും ആണിയും എടുത്തിട്ട്, ഇനി ഇവിടെ നാടകമല്ല, ഇനി ഇവിടെ വേറെ ഡ്രാമയല്ല, ഇവിടെ വചനം കേൾക്കപ്പെടണം, വചനം പ്രസംഗിക്കപ്പെടണം. സഭ എന്ന് പറയുന്നത് ജനം വരുന്നത് വചനം കേൾക്കാനാ എന്ന് പറഞ്ഞ് ചുറ്റികയും ആണിയും വെച്ച് പുതിയ ചെറുപ്പക്കാരൻ പാസ്റ്റർ എന്ത് ചെയ്തു? പുൾപിറ്റ് ആണി അടിച്ച് അവിടെ വെച്ചു. ഒരു കുഞ്ഞ് വിചാരിച്ചാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ചരിത്രം പറയുന്നത് വചന കേൾവിയാൽ മാത്രം ആ പട്ടണം ഇളകി ആ സഭ വളർന്നു. ഞാൻ ചരിത്രമാണ് പറയുന്നത്. നമുക്കിതൊക്കെ ഭയങ്കര ഒരു ഉണർവില്ലെന്ന് നമുക്ക് തോന്നുമ്പോൾ ഇതാണ് ഉണർവ്. ബൈബിൾ എക്സ്പോസിഷൻ ആണ് ഉണർവ്.